ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് വീക്ക് ഞാനൊരു ബേബി ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിരുന്നു കാണിച്ചിരുന്നത്. ഇന്ന് അതിന് പെയറായിട്ട് വരുന്ന ഒരു ബേബി സ്കേർട്ടിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ്. സ്കേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നെറ്റിൻ്റെ ഫാബ്രിക്കും പിന്നെ സാറ്റിൻ ക്ലോത്തും അതുപോലെ കോട്ടൺ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. വേസ്റ്റ് റൗണ്ടിൻ്റെ ഇരട്ടി ലെങ്ത്ത് വരുന്ന ലൈനിങ് മെറ്റീരിയൽസാണ് എടുക്കേണ്ടത്. അപ്പോൾ സാറ്റിൻ ക്ലോത്തും അതുപോലെ തന്നെ കോട്ടൺ ക്ലോത്തും ഞാൻ 36 ഇഞ്ചസ് ആണ് എടുത്തിട്ടുള്ളത്. എൻ്റെ വേസ്റ്റ് റൗണ്ട് 18 ആണ്, അതിൻ്റെ 2 മടങ്ങ്. നമ്മൾ എടുത്തിരിക്കുന്ന സാറ്റിൻ ക്ലോത്തിൻ്റെയും അതുപോലെ തന്നെ കോട്ടൺ ക്ലോത്തിൻ്റെയും അടിവശം ഇതുപോലെ ഒന്ന് മടക്കി അടിക്കണം. നെറ്റിൻ്റെ ഫാബ്രിക് ഞാൻ 2 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം, അതിനനുസരിച്ച് ഫ്രില്ല് നമുക്ക് കൂടുതൽ കിട്ടും. സ്കേർട്ടിൻ്റെ നീളം എനിക്ക് 12 ഇഞ്ചാണ് വേണ്ടത്. അതിൽ 1 ഇഞ്ച് എലാസ്റ്റിക്കിൻ്റെ കൂടെ വരും, അപ്പം 11 ഇഞ്ച് മതിയാവും. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ഞാൻ സീം അലവൻസും കൂടി ചേർത്തിട്ട് 11.5 മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് ഇതിൻ്റെ താഴത്തെ പാർട്ട് ഞാൻ മടക്കി അടിക്കുന്നില്ല, അതുകൊണ്ടാണ് കൂടുതൽ സീം അലവൻസ് എടുക്കാഞ്ഞത്. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ എനിക്ക് 4 ലെയറാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ നെറ്റ് എടുക്കുന്നതിൻ്റെ അളവനുസരിച്ച് നമുക്ക് കൂടുതൽ ലെയേഴ്സ് കിട്ടും. അപ്പം ഫ്രിൽസ് നന്നായിട്ട് ഉള്ള സ്കേർട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതിൽ ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ടെടുക്കണം. ഫ്രിൽസ് ഇടാനുള്ള എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെഷീനിൽ ഏറ്റവും ലോങ് സ്റ്റിച്ചിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ അതിൻ്റെ അറ്റത്തുള്ള ഒരു നൂല് വലിച്ചിട്ട് ഇതിൻ്റെ ഫ്രിൽസിൻ്റെ ലെങ്ത്ത് കൂട്ടുകയും കുറക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വേസ്റ്റ് ബാൻഡിന് എത്രയാണോ ലെങ്ത്ത് അതിനനുസരിച്ച് ഇതും മാറ്റാം. അപ്പോൾ ഇങ്ങനെ ഓരോ ലെയറിലും ഇതുപോലെ ഫ്രിൽസ് ഇട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ വേസ്റ്റ് ബാൻഡിൻ്റെ അളവിലേക്ക് ഇത് മാറ്റിയെടുക്കണം. ഇതേപോലെ ഞാൻ 4 ലെയറും ചെയ്തിട്ടുണ്ട്. ഈ 4 ലെയറും ഇനി ഇതുപോലെ ഒന്നിൻ്റെ മേലെ ഒന്നായി വെച്ചിട്ട് അതിൻ്റെ എൻഡ് മാത്രം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്ന കോട്ടൺ ലൈനിങ്ങും അതുപോലെ സാറ്റിൻ ലൈനിങ്ങും അതിലും അതുപോലെ തന്നെ ഫ്രിൽസ് ഇട്ടെടുക്കണം. അത് രണ്ടും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എലാസ്റ്റിക് ഇടാനുള്ള വേസ്റ്റ് ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി വേസ്റ്റ് ലെങ്ത്തിൻ്റെ 2 മടങ്ങ് ലെങ്ത്തിൽ നമ്മൾ സാറ്റിൻ ക്ലോത്തും അതുപോലെ തന്നെ കോട്ടൺ ക്ലോത്തും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ അതിനൊരു 4 ഇഞ്ചസ് വിഡ്ത്തും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ എലാസ്റ്റിക് നമ്മൾ വേസ്റ്റ് റൗണ്ടിനേക്കാളും ഒരു 3 ഇഞ്ച് കുറച്ചെടുത്താൽ മതി. അപ്പോൾ 18 ഇഞ്ച് ആണ് വേസ്റ്റ് റൗണ്ട് വരുന്നത്. അതിൽ 3 ഇഞ്ച് കുറച്ചിട്ട് 15 ഇഞ്ച് ലെങ്ത്തുള്ള എലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡ് രണ്ടും കോട്ടണും അതുപോലെ സാറ്റിനും ഇതുപോലെ മേലെ മേലെ വെച്ചിട്ട് ഒന്ന് ഇതിൻ്റെ സൈഡിലേക്കൂടെ അടിച്ചെടുക്കാം. ഞാൻ അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും അടിയിൽ കോട്ടൺ ലൈനിങ്, അതിൻ്റെ മേലെ സാറ്റിൻ ലൈനിങ്, അതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ നെറ്റിൻ്റെ ഫാബ്രിക്, ഇത് 3ഉം കൂടി വെച്ചിട്ട് ഞാൻ ആ കാണിക്കുന്ന മാർക്കിങ്ങിലേക്ക് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ അതുപോലെ 3 ലെയറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതിൻ്റെ മേലെ വേസ്റ്റ് ബാൻഡ് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ വേസ്റ്റ് ബാൻഡ് ആദ്യം വേസ്റ്റ് ബാൻഡിൻ്റെ നല്ല വശം ഈ സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശവും കൂടി ഇതുപോലെ വെച്ചിട്ട് ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിലേക്ക് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ട. ഇനി നമ്മളിത് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഈ ഫുള്ളായിട്ട് സ്കേർട്ട് തിരിച്ച് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഒന്ന് ഇതുപോലെ മടക്കിയതിന് ശേഷം ഒന്നുകൂടി മടക്കി നമ്മൾ ആ സ്റ്റിച്ച് കാണാത്ത വിധത്തിൽ ഇതിൻ്റെ മേലെ കൂടെ മടക്കി വെച്ചിട്ട് ഒന്ന് ഈ എൻഡിലേക്ക് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് എലാസ്റ്റിക് ഇതിനകത്തേക്ക് ഇടണം. 15 ഇഞ്ച് ലെങ്ത്തും 1 ഇഞ്ച് വിഡ്ത്തുള്ള എലാസ്റ്റിക്കാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമുക്ക് ആ എലാസ്റ്റിക് അതിൻ്റെ അറ്റത്തൊരു പിന്ന് കുത്തിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ഈ എലാസ്റ്റിക് കേസ് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയതിൻ്റെ അകത്തേക്ക് കൂടെ ഇടാം. ഇത് ഞാനിപ്പോൾ ഫുള്ളായിട്ട് എലാസ്റ്റിക് അതിനകത്തോട്ടേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരറ്റം മാത്രം ഒന്ന് ക്ലോത്തുമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ എലാസ്റ്റിക് വലിച്ച് പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഇപ്പം ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും, പിന്നെ എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ നിന്ന് തിരിഞ്ഞു പോവുമില്ല. ഇനി നമ്മൾ ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം എലാസ്റ്റിക്കും ആ വേസ്റ്റ് ബാൻഡും സ്റ്റാർട്ട് ചെയ്യുന്ന അവിടം വരെ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നെറ്റിൻ്റെ ലെയർ വരുന്ന ഭാഗം മാത്രം ഞാൻ കാണിക്കുന്നത് പോലെ ചേർത്ത് വെച്ചിട്ട് ആ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഈ സൈഡിലേക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം സാറ്റിൻ്റെ ലെയർ വരുന്ന ഭാഗം രണ്ടും മാത്രം ചേർത്ത് വെച്ചിട്ട് താഴത്തോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം കോട്ടൺ ലൈനിങ് വരുന്ന ഭാഗം ഇതുപോലെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഞാനിപ്പോൾ അങ്ങനെ ഓരോ ലെയറും സെപ്പറേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഓരോ ലെയറും സെപ്പറേറ്റ് ആയിട്ടാണുള്ളത് ഇപ്പോൾ. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. അപ്പോഴേക്കും നമ്മളെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ടാവും. ഇത് കണ്ടില്ലേ, സ്കേർട്ട് റെഡിയായി. അപ്പോൾ ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്കേർട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.